ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെയും വരാനിരിക്കുന്ന ഒരു വിശേഷങ്ങളിലേക്ക് ഏവരും സാധിച്ചു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ കമലയും മനുവും ശിവശങ്കരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മനു പറയുന്നുണ്ട്, ഇനിയിപ്പം രക്ഷയില്ല, അടുത്ത ആഴ്ച ഹിയറിംഗ് ആണ്, നമുക്കിനി കാത്തിരുന്ന് തന്നെ കാണാം വരാനിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇനിയിപ്പോൾ അവനെ ജാമ്യത്തിൽ വിടുവോ ഇല്ലയോ എന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ ഇരുന്ന് ട്രൈ ചെയ്യണം, നിങ്ങൾ ട്രൈ ചെയ്താലേ ശരിയാകത്തുള്ളൂ, ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുമ്പോഴത്തേക്ക് മനു പറഞ്ഞു, അമ്മ എന്തേ പറയുന്നത്, അമ്മയ്ക്ക് പറ്റുമോ, അമ്മയെ കൊണ്ട് പറ്റുമോ, അമ്മ ഈ പറയുന്ന പോലെ അലീനെ പോയതുപോലെ അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ പറ്റുമോ, അമ്മയെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാനെന്തിനാ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പറ്റത്തില്ല, അമ്മ ഇവിടെ എന്നെയും അച്ഛനെയും ഇട്ട് ഭയങ്കര രീതിയിൽ ഉരുട്ടുന്നുണ്ട്, ഞങ്ങൾ പോകുന്നില്ല, ഇടപെടുന്നില്ല, ഞങ്ങൾ ആരെയും കാണുന്നില്ല, സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അമ്മേ, അവൻ്റെ പേരിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ അവൻ ഒന്നാം പ്രതിയാണ്, ബാക്കിയുള്ളവരെല്ലാം അവർക്കെല്ലാം ജാമ്യം കിട്ടുന്ന പറഞ്ഞാൽ ഇവൻ ചെയ്യിപ്പിച്ചതാണ്, ഇവൻ്റെ ഗൂഢാലോചന, ഇവൻ വരുത്തിച്ചതും, കാരണം അവർ വരുത്തിച്ചതിന് ഇവൻ്റെ പെണ്ണാണ്, ഇവൻ സ്നേഹിച്ച് 1.5 വർഷം കൊണ്ട് പ്രേമിച്ച് നടന്നു, അതുപോലെ ഒരുപാട് എവിഡൻസും കാര്യങ്ങളും ഇവനെതിരെ. മാത്രമല്ല രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ തന്നെ കാര്യം, രോഹിത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്നൊന്നും വന്നു. മാത്രമല്ല അവൻ, അതായത് ഇവൻ ഹരി എടുത്തു വച്ചിട്ടായിട്ടുള്ള ആ വീഡിയോയിൽ ഉറപ്പായിട്ടും ഇവൻ്റെ രോഹിത്തിന് ഫോട്ടോ വീഡിയോ ഒന്നുമില്ല. അപ്പം ഇതിനെല്ലാം ഒരു വീഡിയോ എടുത്ത് വെച്ച് ഒരു പെണ്ണിനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അവൻ എത്ര ക്രൂരനാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ സാക്ഷി കൊടുത്തതും. മാത്രമല്ല കോടതി ഇവൻ്റെ ഈ കുറ്റം നീട്ടിക്കൊടുത്തതും, അതായത് ജീവപര്യന്തം ആക്കിയൊക്കെ ചെയ്ത്. ഇനി അടുത്ത ആഴ്ചത്തെ ഹിയറിങ്ങിന് അറിയാൻ പറ്റും എന്താ കാര്യങ്ങൾ. അപ്പം ഇതിനിപ്പം അലീന അവൻ്റെ വീട്ടിലൊരു ജോലിക്കാർ തന്നെയാണ്. ആ ജോലിക്കാർ പോയി അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാൻ പറ്റിയ ഒരു ഉത്സാഹം അമ്മയ്ക്ക് കാണിക്കാൻ പറ്റുമോ? അമ്മ കാണിച്ചിട്ടുണ്ടോ? അമ്മ കാണിക്കാൻ പറ്റുമോ? അമ്മ കാണിച്ച് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവനെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും. അമ്മ ഒന്ന് ചെയ്യാൻ നോക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ശിവശങ്കരൻ പറയും, അതെ, നിനക്ക് പറ്റത്തില്ല, നീ ഞങ്ങളെ ഇരുട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ഞങ്ങൾ വക്കീലിനെ കാണുന്നില്ല, കൊച്ചിനെ ഇറക്കിക്കൊണ്ട് വരുന്നില്ല എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്തുകൊണ്ട് ചെയ്ത് പറ്റത്തില്ല, നീ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് വാ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി ഞാൻ പോകണം അല്ലേ, ഞാൻ പോയി ഇനി ചാവണം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് അലീന ചെന്നപ്പോഴത്തെ അവളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ആദ്യമായിരുന്നു. ഇപ്പം രോഹിത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഞാനും ബാലങ്ങളുമായിട്ട് അവിടെ പോയായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്ക് അവർക്ക് വേറൊരു കുഴപ്പങ്ങളൊന്നുമില്ല, അവരെല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹരിയുടെ ചേട്ടനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ആ കാര്യം ഞാൻ വിട്ടുപിടിച്ചേക്കുക, അമ്മയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ചേർത്ത് പറയാം എന്ന് പറയുന്നുണ്ട്. ഉടനെ കമല പറയുകയാണ്, ഞാനെന്താ നോക്കട്ടെ, ഞാൻ പോകുന്നില്ല തന്നെ പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കമല ഒരുങ്ങി വരുന്നുണ്ട്. എവിടെ പോകാമെന്ന് ചോദിക്കും. എടാ, ഞാൻ അങ്ങോട്ട് പോകാം, എന്താണ് എൻ്റെ കൊച്ചിനെ ഇറക്കിക്കൊണ്ട് വന്നേ പറ്റൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക, നീ ഒന്ന് വരണം മനു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞോ, ഞാൻ വന്നാൽ വിഷയമാകും എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും കുഴപ്പമില്ല, നീ വാ, അവിടം വരെ വരണ്ട, ഒരു പകുതി വഴി വന്നാൽ മതി എന്നുള്ള രീതി പറഞ്ഞ് മനുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. മനുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ കണ്ണാടി കോളനി ഇല്ല, ആ കോളനി കയറുന്നതിന് മുമ്പേ ആയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യും. ഏത് മനു വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് കോളനിക്കകത്ത് നമ്മുടെ ഒരു ഡ്രൈവറുമായിട്ട് പോവുക. ഒരു കമല പോകണം. കമല നേരെ ചെന്ന് അവരുടെ വീടിൻ്റെ അവിടെ വാതിൽക്കൽ കൊണ്ട് വണ്ടി നിർത്തണം. വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇതിപ്പം പുതിയൊരു വണ്ടിയാണല്ലോ വരുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അവളുടെ വീട്ടിൽ ആരോ എന്തുകൊണ്ട് ക്യാൻവാസിന് ആരോണ്ട് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയും നമുക്കൊന്ന് തടയാൻ നോക്കാമെന്ന് പറയുമ്പോഴത്തെ കാര്യം എടുത്തും പറഞ്ഞാൽ എന്നാ തടയാനടാ, നേരത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ അവരുടെ വീട്ടിൽ ആ ബാലചന്ദ്രനും മനുവും അതുപോലെ അനിലൊക്കെ എല്ലാം വന്നിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അലീനെ പറയുന്ന വേദവാക്കാട്ട് ആ വീട്ടുകാർ കാണുന്നില്ല, ശരണ്യ അവളുടെ കുടുംബം എല്ലാം കാണുന്നില്ലേ, അതുകൊണ്ട് നമ്മളെന്തിനാ പറയുന്നിടത്ത് നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പം നേരെ നമ്മുടെ കമല കയറി ചെല്ലുകയാണ്. കമല കയറി ചെന്ന് അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്ക് എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുക. ആരാ മനസ്സിലായില്ലെന്നൊക്കെ പ്രഭാരം പറഞ്ഞിട്ട് ഞാൻ ഹരിയുടെ അമ്മയാണെന്ന് പറയും. ഹരിയുടെ അമ്മയോ? നിങ്ങളെന്തിനാ ഇവിടെ വന്നേ, നിങ്ങൾക്ക് എന്തിനാ ഈ വീട്ടിൽ വരാൻ കാര്യം എന്നുള്ള രീതി പറഞ്ഞ് ഗോപു എടുത്ത് ചാടി അവരെ അടിക്കാനും അല്ലെങ്കിൽ തള്ളിവിടാനൊക്കെ ശ്രമിക്കുന്നു. ഉടനെ പ്രഭാകരൻ പറയും, എടാ ഗോപു മാറി നിൽക്കി, അവർ കാര്യം പറയട്ടെ, അവരെന്താ വന്നതിൻ്റെ കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ്. അതേ ഒന്നുമല്ല, എനിക്ക് ശരണയെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പം വിളിക്കുന്നുണ്ട്, അതായത് നമ്മുടെ പ്രഭാകരൻ വിളിക്കുന്നത്, ശരണേ മോളെ വന്നേന്ന് പറയും. വന്ന് നിൽക്കുവാണ്. വന്ന് നിന്നിട്ട് പറയണേ, ഇന്ന പോലെ മോളെ ഞാനാ ഹരിയുടെ അമ്മ,
ഹരിയുടെ അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവളുടെ മുഖമൊക്കെ ഭയങ്കര വല്ലാണ്ട് ഒരു ദേഷ്യഭാവത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ശരണയുടെ. അപ്പോൾ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതേ മോളെ എൻ്റെ മോനെ കേസിൽ നിന്ന് നീ ഒന്ന് പിന്നെ രക്ഷപ്പെടുത്തണം. രോഹിത്ത് രക്ഷപ്പെട്ടതുപോലെ എൻ്റെ മോനെ രക്ഷപ്പെടുത്തണം. അവൻ്റെ കൂട്ടുകെട്ട മാത്രമല്ല എന്നെ കെട്ടിയവൻ വർഷങ്ങളായിട്ട് ഗൾഫിലൊക്കെ ജോലിയായിരുന്നു. അവൻ്റെ ചേട്ടൻ മനു പുറത്ത് ജോലി ചെയ്യുക, എറണാകുളത്ത് ജോലി ചെയ്യുക. അതുപോലെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ്റെ രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് അവൻ്റെ കൂട്ടുകെട്ട് അവനെ നശിപ്പിച്ച്, ആ രോഹിത്തൊക്കെ അവനെ നശിപ്പിച്ച്, രോഹിത്തൊക്കെ ചേർന്നാണ് അവനെ ഇങ്ങനെ കുടിപ്പിക്കുകയും വലിപ്പിക്കുകയും എല്ലാം ചെയ്തെന്ന് പറയും. അത് നിങ്ങൾ പറയരുത്. ശരണ വരാം, അത് നിങ്ങൾ പറയരുത്. കാരണം എന്ന് കഴിഞ്ഞാൽ ഞാൻ 1.5 വർഷമായിട്ട് ഹരിയുടെ കൂടെ നടക്കുന്ന ഹരി ഓരോരുത്തരെ ഇല്ലാതാക്കി, അത് പല പെമ്പിള്ളാരുടെ കൂടെ നടക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്, എന്നിട്ട് പോലും ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഹരി കൂടുതലായിട്ട് പിന്നെ മദ്യവും മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ ക്ഷമിച്ചു പോയി. എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു അവൻ പല പെമ്പിള്ളേരായിട്ട് ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പല പെമ്പിള്ളേരെ കയറി പിടിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് ക്ഷമിച്ച് വിട്ട. പല പ്രാവശ്യം എന്നെ അബ്യൂസ് ചെയ്യാൻ നോക്കി. പക്ഷെ അവിടെയല്ല ഞാൻ രക്ഷപ്പെട്ട് വന്ന. പക്ഷെ അവനെ ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും പറ്റിപ്പോയെന്ന് പറയുമ്പോഴത്തേക്ക് മോളെ ഒരു കാര്യം ചെയ്യും, ഒരു ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മോനാണ് തെറ്റുകാരൻ, എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കോടതിയിലും അവിടെ ഇവിടെ എല്ലാം മറ്റേ വീഡിയോയിലൊക്കെ തെളിഞ്ഞതാണല്ലോ. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്നെ 18 വയസ്സിന് മുമ്പേ നിന്നെ ഹോട്ടലിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടോ? അവിടെ എല്ലാം നിന്നെ അവൻ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പം ശരിക്കും അവൻ്റെ മേലെ ചാർത്തപ്പെട്ടതായിട്ടുള്ള കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോക്സോ കേസിൽ എന്തുകൊണ്ടും അതിൽ നിന്നൊന്നും അവന് രക്ഷപ്പെടുത്തണം. അവനെ എന്തുകൊണ്ടും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അവനെ എന്തുകൊണ്ട് രക്ഷപ്പെടുത്തി അവനെ പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറയുവാണ്. ആ സമയത്ത് ഇല്ല, അതിന് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാകത്തില്ല. അവന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞങ്ങൾ മേടിച്ചു കൊടുക്കും. കാരണം അവൻ എന്നെ ചതിച്ചതാണ്. അവൻ എന്നെ ചതിച്ചു കൂടാതെ എന്നെ കൊണ്ട് അവൻ ഇല്ലാതാക്കി. കാരണം ഞാൻ മറ്റുള്ളവർക്ക് കാഴ്ച വെച്ചു. ഈ ലോകം മുഴുവൻ ഞാൻ നാണം കെട്ട് നിൽക്കുക. ഞാൻ എവിടെ പോയതിനാൽ ഞാൻ ഒരു ബാധിക്കപ്പെട്ട പെണ്ണെന്നുള്ള രീതിയിലാണ് കാണുന്നുള്ളൂ. എൻ്റെ ഭാവി എന്നെ ചൊല്ലി എന്നെ പ്രതീക്ഷിച്ചിരിക്കുക എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളെല്ലാം നാണം കെട്ട് നാറി നിൽക്കുക. ഇനി ഞാനൊരു ദാക്ഷ്യം കാണിക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ജീവിക്കാം, നിങ്ങൾ ഇറങ്ങിക്കോ, ഇനിയിപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരരുതെന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുവാണ്. അപ്പം ശരണെ തന്നെയാണ് അങ്ങനെ രീതിയിൽ പറഞ്ഞ് അവളെ ആട്ടി ഓടിക്കുന്നത്. അപ്പം അത് പോയെന്ന് കഴിയുമ്പോൾ അവനെ കരയും. അതിന് മുമ്പ് അവളെ ദയവ് ചെയ്ത് എൻ്റെ മോനെ രക്ഷപ്പെടുത്തുന്നത്, നിങ്ങൾ എന്നെ കരച്ചിൽ കാണിച്ചെന്ന് പറഞ്ഞാലും നടക്കത്തില്ല എന്നൊക്കെ രീതിയിൽ ശരണയെ പറയുന്നുണ്ട്. അപ്പോൾ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് കള്ളക്കരച്ചിലൊക്കെ ആണെന്ന് പിന്നെ മനസ്സിലാകും. കരഞ്ഞ് നേരെ കാറിൻ്റെ അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എന്നെ വണ്ടി എടുക്ക്, ഈ എന്നെ കൾച്ചറില്ലാത്ത അല്ലെങ്കിൽ സംസ്കാരം ഇല്ലാത്ത ആൾക്കാരുടെയൊക്കെ അടുത്ത് വന്ന് കാലെ പിടിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ പോരെ, അതുകൊണ്ട് ഇനിയിപ്പം യാതൊരു കാരണവശാലും ഞാൻ ഇവിടെ പെട്ട് നിൽക്കത്തില്ല, ഇനി നീ പൊക്കോ വണ്ടി എടുക്കുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മനു ചോദിക്കും എന്നാ അമ്മയെന്ന് പറഞ്ഞ് അവനോട്. അപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. നേരെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത് കാണിക്കുന്ന ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് അലീനയുടെ അതായത് ശരണയുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാം, മോളെ നീ അത്രയും വലിയ രീതിയിൽ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അമ്മ, അച്ഛൻ അവർക്ക് വേണം എന്ന് പറയുന്നത്. ഉടനെ അതിൻ്റെ ഇടയ്ക്ക് കാശൊക്കെ ഓഫറുണ്ട്, 25 ലക്ഷം 50 ലക്ഷമൊക്കെ ഓരോ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മുടെ കമല. അപ്പം പ്രഭാരം പറയുന്നുണ്ട്, പിന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാനുണ്ട്, ഈ ഒരു സംഭവം നടന്നത് 18 വയസ്സായപ്പോഴത്തേക്കാണ്. അതിന് മുമ്പേ നിന്നെ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ മോളം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അച്ഛാന്ന് പറയുമ്പോൾ. ഇനിയിപ്പോൾ നാളെ പോലീസൊക്കെ എന്തെങ്കിലും അന്വേഷണം നടത്തി വരുമ്പോഴത്തേക്കും ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കേസ് മുഴുവൻ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ കള്ളത്തരത്തിൽ ചമഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കും അവർ. അപ്പോൾ കേസ് ഇല്ലാതാകും. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും പിൻവലിപ്പിക്കാം എന്ന് പറയാമെന്ന് പറഞ്ഞു. ഉടനെ ശരണ്യ പറയാം, അതേ വെച്ചാൽ അതായിരിക്കും നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാശും പണവും നമുക്ക് വേണ്ട, പക്ഷെ എന്നാലും കേസിൽ നിന്ന് ആ കേസ് അതായത് പോക്സോ കേസ് ഒഴിവാക്കാം എന്നുള്ളത് വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഉടനെ നേരെ പ്രഭാകരൻ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കണം. മനു ഇന്നപോലെ ഞാനാണ് പ്രഭാകരൻ എന്ന് പറയാം. പ്രഭാകരൻ മനസ്സിലായെന്ന് പറഞ്ഞ് ഇന്നപോലെ നമ്മുടെ അതായത് നമ്മുടെ ശരണയുടെ അച്ഛനാണ്. അപ്പം ഇന്നപോലെ നിങ്ങളുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്, അമ്മ വന്ന് പോക്സോ കേസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കാശും പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ കേസിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അമ്മയോട് പറഞ്ഞേക്ക് കേസിൽ നിന്ന് ഇത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതായത് ഈ പൈസയൊക്കെ നിങ്ങൾ വേറെ എവിടെ അനാഥാശ്രമത്തിലോ വേറെ ആൾക്കും കൊടുത്തോ, പക്ഷേ പോക്സോ കേസിൽ നിന്ന് നിങ്ങളുടെ മകനെ ഒഴിവാക്കി എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറഞ്ഞിട്ടും മനു നമ്മൾ കമലോട് പറയുന്നുണ്ട്, ഇന്ന പോലെ ഞാൻ നിങ്ങളുടെ
അല്ല അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറയുന്നുണ്ട് ഇന്ന പോലെ പോക്സോ കേസിൽ നമ്മൾ അവനെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയോട് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനു പറയാണ്, എന്താണ് അമ്മ പോയത് നന്നായി, അമ്മ പോയതുകൊണ്ടാണല്ലോ ഈ കേസും കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമില്ല, അവനെ ആ കേസിനൊരു ചെറിയ ഇളവ് കിട്ടും അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്ടും ഞാൻ വിചാരിച്ചിരുന്ന പോലെയല്ല, അവർക്ക് ഇത്തിരി കൂടെ മനസാക്ഷിയുണ്ട്. നേരത്തെ പോയപ്പോഴത്തേക്ക് അവർ ആ ശരണ്യ എന്ന് പറഞ്ഞാൽ അവളും എന്നെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും എന്നെ മാറി മാറി, ആ ചെറുക്കനാണ് എന്നെ ഗോപു എന്ന് പറഞ്ഞ ചെറുക്കൻ എന്നെ അടിക്കാൻ വരെ വന്നു. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, എല്ലാവരും കൂടി ചേർന്ന് ഈ മകനെ, അതായത് ഹരിയെ പോക്സോ കേസിൽ നിന്ന് ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചല്ലോ. എന്തായാലും നന്നായെന്ന് പറയുമ്പോഴത്തേക്ക് മനു പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു തീരുമാനം ചിലപ്പോൾ അവനെ കേസിൽ നിന്ന് കുറച്ച് പുറകോട്ട് വലിക്കാൻ വേണ്ടി സഹായിക്കും. ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി അമ്മ ഇത്തിരി കൂടെ കേസിന് ഇളവ് കിട്ടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കുക, മുട്ടിപ്പോയി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ വരാനിരിക്കുന്ന വിശേഷം ഈ കഥ അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാൻ വരാനിരിക്കുന്ന ഓരോ വിശേഷങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.